മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഹൃദയത്തെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൃദയത്തെക്കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് കാർഡിയോളജി. നമുക്കറിയാം, ഹൃദയത്തെക്കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് കാർഡിയോളജി. ഹൃദയത്തെക്കുറിച്ചുള്ള ക്ലാസിന്റെ തുടർച്ചയാണ്, രണ്ടാമത്തെ ക്ലാസ്സാണിത്. നമുക്ക് നോക്കാം. ഹൃദയ അറകളുടെ സങ്കോചമാണ് സിസ്റ്റളി. ഹൃദയ അറകളുടെ സങ്കോചമാണ് സിസ്റ്റളി. ഹൃദയം സങ്കോചിക്കുമ്പോഴുണ്ടാകുന്ന മർദ്ദമാണ് സിസ്റ്റളിക് പ്രഷർ. ഹൃദയ അറകളുടെ സങ്കോചമാണ് സിസ്റ്റളി എങ്കിൽ ഹൃദയ അറകളുടെ വിശ്രമാവസ്ഥയാണ് ഡയസ്റ്റളി. ഹൃദയ അറകളുടെ വിശ്രമാവസ്ഥയാണ് ഡയസ്റ്റളി. ഹൃദയം വിശ്രമിക്കുമ്പോഴുള്ള കുറഞ്ഞ മർദ്ദത്തെയാണ് ഡയസ്റ്റളിക് പ്രഷർ എന്ന് പറയുന്നത്. മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദമാണ് 120/80 mmHg. മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദമാണ് 120/80 mmHg എന്നത്. ഇതിൽ മനുഷ്യന്റെ സിസ്റ്റളിക് പ്രഷറാണ് 120 mmHg. മനുഷ്യന്റെ ഡയസ്റ്റളിക് പ്രഷറാണ് 80 mmHg. നോട്ട് ചെയ്യാം. മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദമാണ് 120/80 mmHg. മനുഷ്യന്റെ സിസ്റ്റളിക് പ്രഷറാണ് 120 mmHg. മനുഷ്യന്റെ ഡയസ്റ്റളിക് പ്രഷറാണ് 80 mmHg. പറഞ്ഞു നോക്കാം. നമുക്കറിയാം, ഹൃദയത്തെക്കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് കാർഡിയോളജി. സിസ്റ്റളി എന്നത് ഹൃദയ അറകളുടെ സങ്കോചമാണ്. ഹൃദയ അറകളുടെ സങ്കോചമാണ് സിസ്റ്റളി. ഹൃദയ അറകളുടെ വിശ്രമാവസ്ഥയാണ് ഡയസ്റ്റളി. ഹൃദയം സങ്കോചിക്കുമ്പോഴുണ്ടാകുന്ന മർദ്ദമാണ് സിസ്റ്റളിക് പ്രഷർ. ഹൃദയം വിശ്രമിക്കുമ്പോഴുള്ള കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റളിക് പ്രഷർ. മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദമാണ് 120/80 mmHg. ഇത് പഠിച്ചു വെച്ചാൽ മതി. മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റളിക് പ്രഷറും ഡയസ്റ്റളിക് പ്രഷറും അതിൽ നിന്ന് കിട്ടും. ഇതിൽ 120 mmHg മനുഷ്യന്റെ സിസ്റ്റളിക് പ്രഷറും 80 mmHg മനുഷ്യന്റെ ഡയസ്റ്റളിക് പ്രഷറുമാണ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമേനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമേനോമീറ്റർ. രക്തസമ്മർദ്ദം സാധാരണ നിരക്കിൽ നിന്നും ഉയരുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമേനോമീറ്റർ. രക്തസമ്മർദ്ദം സാധാരണ നിരക്കിൽ നിന്നും ഉയരുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ. രക്തധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഹൈപ്പർ ടെൻഷൻ. രക്തസമ്മർദ്ദം സാധാരണ നിരക്കിൽ നിന്നും ഉയരുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ. രക്തധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതെന്ന് ചോദിച്ചാൽ ഹൈപ്പർ ടെൻഷനാണ്. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നത് ഹൈപ്പർ ടെൻഷൻ അഥവാ അമിത രക്തസമ്മർദ്ദത്തെയാണ്. നോട്ട് ചെയ്യാം. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നത് അമിത രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷനെയാണ്. ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഹെമറേജ്. ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഹെമറേജ്. രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമായ ഭക്ഷണ ഘടകമാണ് ഉപ്പ്. രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമായ ഭക്ഷണ ഘടകമാണ് ഉപ്പ്. ഉറങ്ങുന്ന ഒരാളുടെ രക്തസമ്മർദ്ദം കുറയുന്നു. ഉറങ്ങുന്ന ഒരാളുടെ രക്തസമ്മർദ്ദത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോടെൻഷൻ. രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോടെൻഷൻ. രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോടെൻഷൻ. ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായുണ്ടാകുന്ന
തരംഗചലനം ധമനഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്നതാണ് പൾസ്. ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായുണ്ടാകുന്ന തരംഗചലനം ധമനി ഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്നതാണ് പൾസ്. പറഞ്ഞു നോക്കാം. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം സാധാരണ നിരക്കിൽ നിന്നും ഉയരുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ. രക്തധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഹൈപ്പർ ടെൻഷൻ. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നത് ഹൈപ്പർ ടെൻഷൻ അഥവാ അമിത രക്തസമ്മർദ്ദത്തെയാണ്. ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഹെമറേജ്. രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമായ ഭക്ഷണ ഘടകമാണ് ഉപ്പ്. ഉറങ്ങുന്ന ഒരാളുടെ രക്തസമ്മർദ്ദം കുറയുന്നു. രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോടെൻഷൻ. ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായുണ്ടാകുന്ന തരംഗചലനം ധമനിഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്നതാണ് പൾസ്. ഹൃദയവാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ടെഫ്ലോൺ. നോട്ട് ചെയ്യുക. ഹൃദയവാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ടെഫ്ലോൺ. ആദ്യത്തെ ഹാർട്ട് ലങ് മെഷീൻ വികസിപ്പിച്ചത് ജോൺ എച്ച് ഗിബ്ബൺ ആണ്. ആദ്യത്തെ ഹാർട്ട് ലങ് മെഷീൻ വികസിപ്പിച്ചത് ജോൺ എച്ച് ഗിബ്ബൺ ആണ്. ധമനികളുടെ ഭിത്തിയിൽ കൊളസ്ട്രോൾ വന്നടിയുന്നതിന്റെ ഫലമായി രക്തപ്രവാഹത്തിന്റെ വേഗത കുറയുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലീറോസിസ്. ധമനികളുടെ ഭിത്തിയിൽ കൊളസ്ട്രോൾ വന്നടിയുന്നതിന്റെ ഫലമായി രക്തപ്രവാഹത്തിന്റെ വേഗത കുറയുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലീറോസിസ്. രക്തക്കുഴലുകൾക്കുള്ളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ്. രക്തക്കുഴലുകൾക്കുള്ളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ്. ഹൃദയധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് ശസ്ത്രക്രിയ. ഹൃദയധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ബൈപ്പാസ് ശസ്ത്രക്രിയ. രക്തക്കട്ട കൊറോണറി ധമനിയിലെത്തിയാൽ സംഭവിക്കുന്നത് ഹൃദയാഘാതമാണ്. രക്തക്കട്ട കൊറോണറി ധമനിയിലെത്തിയാൽ ഹൃദയാഘാതം സംഭവിക്കുന്നു. ഹൃദയ പ്രവർത്തനങ്ങൾ നിശ്ചലമാകുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം. ഹൃദയ പ്രവർത്തനങ്ങൾ നിശ്ചലമാകുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം. പറഞ്ഞു നോക്കാം. ഹൃദയ വാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ടെഫ്ലോൺ. ആദ്യത്തെ ഹാർട്ട് ലങ് മെഷീൻ വികസിപ്പിച്ചെടുത്തത് ജോൺ എച്ച് ഗിബ്ബൺ ആണ്. ധമനികളുടെ ഭിത്തിയിൽ കൊളസ്ട്രോൾ വന്നടിയുന്നതിന്റെ ഫലമായി രക്തപ്രവാഹത്തിന്റെ വേഗത കുറയുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലീറോസിസ്. രക്തക്കുഴലുകൾക്കുള്ളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ്. ഹൃദയധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് ശസ്ത്രക്രിയ. രക്തക്കട്ട കൊറോണറി ധമനിയിലെത്തിയാൽ സംഭവിക്കുന്നത് ഹൃദയാഘാതമാണ്. ഹൃദയ പ്രവർത്തനങ്ങൾ നിശ്ചലമാകുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം. ഹൃദയാഘാതത്തിന്റെ പ്രധാന കാരണം ഹൃദയധമനികളിലെ തടസ്സമാണ്. രക്തക്കട്ട കൊറോണറി ധമനിയിലെത്തിയാൽ സംഭവിക്കുന്നത് ഹൃദയാഘാതമാണെന്ന് നമ്മൾ പഠിച്ചു. ഹൃദയ പ്രവർത്തനങ്ങൾ നിശ്ചലമാകുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം. ഹൃദയാഘാതത്തിന്റെ പ്രധാന കാരണം ഹൃദയധമനികളിലെ തടസ്സമാണ്. ഹൃദയ സംബന്ധമായ തകരാറുകൾ മനസ്സിലാക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്നത് ഇലക്ട്രോകാർഡിയോഗ്രാഫ് അഥവാ ECG ആണ്. ഹൃദയ സംബന്ധമായ തകരാറുകൾ മനസ്സിലാക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്നത് ഇലക്ട്രോകാർഡിയോഗ്രാഫ് അഥവാ ECG ആണ്. ഇലക്ട്രോകാർഡിയോഗ്രാഫ് കണ്ടുപിടിച്ചത് വില്യം ഐന്തോവനാണ്. ഇലക്ട്രോകാർഡിയോഗ്രാഫ് കണ്ടുപിടിച്ചത് വില്യം ഐന്തോവനാണ്. ഇനി നമുക്ക് മാറിപ്പോവാൻ സാധ്യതയുള്ള 2 പോയിന്റ്സുകളാണ് ആൻജിയോഗ്രാഫി, ആൻജിയോപ്ലാസ്റ്റി എന്നിവ. ഇത് രണ്ടും വ്യത്യസ്തമാണ്. നമുക്ക് നോക്കാം. എന്താണ് ആൻജിയോഗ്രാഫി?
ആൻജിയോഗ്രാഫി എന്നാൽ ഹൃദയധമനികളിലെ തടസ്സം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന നവീന പരിശോധനാ രീതിയാണ് ആൻജിയോഗ്രാഫി. ഹൃദയധമനികളിലെ തടസ്സം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന നവീന പരിശോധനാ രീതിയാണ് ആൻജിയോഗ്രാഫി. ആൻജിയോപ്ലാസ്റ്റി ഹൃദയധമനികളിലെ തടസ്സങ്ങൾ നീക്കാൻ ഉപയോഗിക്കുന്ന നവീന ചികിത്സാ രീതിയാണ് ആൻജിയോപ്ലാസ്റ്റി. ഹൃദയധമനികളിലെ തടസ്സം നീക്കാൻ ഉപയോഗിക്കുന്ന നവീന ചികിത്സാ രീതിയാണ് ആൻജിയോപ്ലാസ്റ്റി. ആൻജിയോഗ്രാഫി ഹൃദയധമനികളിലെ തടസ്സം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന നവീന പരിശോധനാ രീതിയാണ്. ആൻജിയോപ്ലാസ്റ്റി ഹൃദയധമനികളിലെ തടസ്സങ്ങൾ നീക്കാൻ ഉപയോഗിക്കുന്ന നവീന ചികിത്സാ രീതിയാണ്. ഹൃദയത്തിന്റെ തകരാറുകൾ അൾട്രാസൗണ്ട് സംവിധാനം ഉപയോഗിച്ച് മനസ്സിലാക്കുന്നതാണ് എക്കോകാർഡിയോഗ്രാഫ്. എക്കോകാർഡിയോഗ്രാഫ് ഹൃദയത്തിന്റെ തകരാറുകൾ അൾട്രാസൗണ്ട് സംവിധാനം ഉപയോഗിച്ച് മനസ്സിലാക്കുന്നതാണ് എക്കോകാർഡിയോഗ്രാഫ്. ഹൃദയവുമായി ബന്ധപ്പെട്ട ഒരു ചികിത്സയാണ് സെന്റ് ചികിത്സ. PYQ ആണ്. സെന്റ് ചികിത്സ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയവുമായി ബന്ധപ്പെട്ട ഒന്നാണ് സെന്റ് ചികിത്സ. സ്റ്റൈൻഡ് ചികിത്സ. ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചികിത്സയാണ് സ്റ്റൈൻഡ് ചികിത്സ. സ്റ്റൈൻഡ് ചികിത്സ എന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. പറഞ്ഞു നോക്കാം. ഹൃദയാഘാതത്തിന്റെ പ്രധാന കാരണം ഹൃദയധമനികളിലെ തടസ്സമാണ്. ഹൃദയ സംബന്ധമായ തകരാറുകൾ മനസ്സിലാക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്നതാണ് ECG അഥവാ ഇലക്ട്രോകാർഡിയോഗ്രാഫ്. ഇലക്ട്രോകാർഡിയോഗ്രാഫ് കണ്ടുപിടിച്ചത് വില്യം ഐന്തോവനാണ്. ആൻജിയോഗ്രാഫി, ആൻജിയോപ്ലാസ്റ്റി എന്താണ്? ഹൃദയധമനികളിലെ തടസ്സം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന നവീന പരിശോധനാ രീതിയാണ് ആൻജിയോഗ്രാഫി. ഹൃദയധമനികളിലെ തടസ്സങ്ങൾ നീക്കാൻ ഉപയോഗിക്കുന്ന നവീന ചികിത്സാ രീതിയാണ് ആൻജിയോപ്ലാസ്റ്റി. ഹൃദയത്തിന്റെ തകരാറുകൾ അൾട്രാസൗണ്ട് സംവിധാനം ഉപയോഗിച്ച് മനസ്സിലാക്കുന്നതാണ് എക്കോകാർഡിയോഗ്രാഫ്. സ്റ്റൈൻഡ് ചികിത്സ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സ്റ്റൈൻഡ് ചികിത്സ. ഹൃദയസ്പന്ദന നിരക്ക് വളരെ താഴുമ്പോൾ സാധാരണ നിലയിലാക്കുന്ന ഉപകരണമാണ് പേസ് മേക്കർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് പേസ് മേക്കറാണെന്ന്, അല്ലെ? ഹൃദയസ്പന്ദന നിരക്ക് വളരെ താഴുമ്പോൾ സാധാരണ നിലയിലാക്കുന്ന ഉപകരണമാണ് പേസ് മേക്കർ. ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് പേസ് മേക്കറിനെയാണ്. ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് SA നോഡാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹൃദയ വാൽവുകളെ തകരാറിലാക്കുന്ന ഒരു രോഗമാണ് റൂമാറ്റിക് ഫീവർ അഥവാ വാതപ്പനി. ഹൃദയ വാൽവുകളെ തകരാറിലാക്കുന്ന ഒരു രോഗമാണ് റൂമാറ്റിക് ഫീവർ അഥവാ വാതപ്പനി. സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് വാതപ്പനി. സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് വാതപ്പനി. ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ ശരാശരി 100-ൽ കൂടുതൽ ആകുന്ന അവസ്ഥയാണ് ടാക്കികാർഡിയ. ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ ശരാശരി 100-ൽ കൂടുന്ന അവസ്ഥയാണ് ടാക്കികാർഡിയ. ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ ശരാശരി 60-ൽ കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ബ്രാഡികാർഡിയ. ബ്രാഡികാർഡിയ ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ ശരാശരി 60-ൽ കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ബ്രാഡികാർഡിയ. അടുത്തത് ഡെക്സ്ട്രോകാർഡിയ. എന്താണ് ഡെക്സ്ട്രോകാർഡിയ? ഇടതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഡെക്സ്ട്രോകാർഡിയ. 3 കാർഡിയ ഉണ്ട്, തെറ്റിപ്പോകരുത്. ടാക്കികാർഡിയ, ബ്രാഡികാർഡിയ, ഡെക്സ്ട്രോകാർഡിയ. ഇതിൽ ടാക്കികാർഡിയ ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ ശരാശരി 100-ൽ കൂടുതൽ ആകുന്ന അവസ്ഥയാണ് ടാക്കികാർഡിയ.
ബ്രാഡികാർഡിയ. ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ ശരാശരി 60-ൽ കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ബ്രാഡികാർഡിയ. ഡെക്സ്ട്രോകാർഡിയ. ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഡെക്സ്ട്രോകാർഡിയ. നമുക്ക് പഠിച്ചതൊന്ന് പറഞ്ഞു നോക്കാം. പേസ് മേക്കറിനെ കുറിച്ചിട്ടാണ് ആദ്യം പഠിച്ചത്. ഹൃദയസ്പന്ദന നിരക്ക് വളരെ താഴുമ്പോൾ സാധാരണ നിലയിലാക്കുന്ന ഉപകരണമാണ് പേസ് മേക്കർ. ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് പേസ് മേക്കറിനെയാണ്. ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് SA നോഡാണ്. ഹൃദയ വാൽവുകളെ തകരാറിലാക്കുന്ന ഒരു രോഗമാണ് റൂമാറ്റിക് ഫീവർ അഥവാ വാതപ്പനി. സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് വാതപ്പനി. അടുത്തത് നമ്മൾ പഠിച്ചത് ബ്രാഡികാർഡിയ എന്നിവയാണ്. ടാക്കികാർഡിയ. ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ ശരാശരി 100-ൽ കൂടുതൽ ആകുന്ന അവസ്ഥയാണ് ടാക്കികാർഡിയ. ബ്രാഡികാർഡിയ. ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ ശരാശരി 60-ൽ കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ബ്രാഡികാർഡിയ. ഡെക്സ്ട്രോകാർഡിയ. ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഡെക്സ്ട്രോകാർഡിയ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു മനുഷ്യഹൃദയത്തിന്റെ അറകളുടെ എണ്ണം 4 അല്ലെ. മനുഷ്യഹൃദയത്തിന് 4 അറകളുണ്ട്. 2 ഓറിക്കിളുകളും 2 വെൻട്രിക്കിളുകളും. അതുപോലെ ഹൃദയത്തിലെ അറകൾ PSC പരീക്ഷകളിൽ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ PSC പരീക്ഷകളിൽ ചോദിക്കാറുള്ള കുറച്ച് ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം, കുറച്ച് ജീവികളുടെ, അത് നമുക്കൊന്ന് പഠിച്ചെടുക്കാം. സസ്തനികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4. പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണവും 4 തന്നെയാണ്. സസ്തനികൾ, പക്ഷികൾ, മനുഷ്യർ എന്നിവരുടെ ഹൃദയത്തിലെ അറകൾ 4 ഉഭയജീവികൾ, ഉരഗങ്ങൾ എന്നിവയുടെ ഹൃദയത്തിലെ അറകൾ 3. ഉരഗങ്ങൾക്ക് സാധാരണയായി 3 അറകളാണ് ഹൃദയത്തിനുള്ളത്. എന്നാൽ ഹൃദയത്തിന് 4 അറകളുള്ള ഉരഗമാണ് മുതല. PSC എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യുക. ഹൃദയത്തിന് 4 അറകളുള്ള ഉരഗമാണ് മുതല. ഹൃദയത്തിന് 2 അറകൾ, മത്സ്യത്തിന് ഹൃദയത്തിന് 2 അറകളാണുള്ളത്. അപ്പോൾ സസ്തനികൾ, പക്ഷികൾ, മനുഷ്യൻ എന്നിവയ്ക്ക് ഹൃദയത്തിന് 4 അറകളാണുള്ളത്. സസ്തനികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4. പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4. മനുഷ്യരുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4. ഹൃദയത്തിന് 4 അറകളുള്ള ഉരഗമാണ് മുതല. ഉഭയജീവികൾ, ഉരഗങ്ങൾ എന്നിവയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 3. മത്സ്യത്തിന്റെ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം 2. പറഞ്ഞു നോക്കാം. സസ്തനികൾ, പക്ഷികൾ, മനുഷ്യൻ എന്നിവയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4. ഹൃദയത്തിന് 4 അറകളുള്ള ഉരഗമാണ് മുതല. ഉഭയജീവികൾ, ഉരഗങ്ങൾ എന്നിവയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 3. മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 2. ഹൃദയവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. ലോകത്തിൽ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ഇന്ത്യയിൽ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, കേരളത്തിൽ ആദ്യത്തെ, ഇവ 3 നമ്മൾ പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് നോക്കാം. ലോകത്തിൽ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ് ആണ്. ദക്ഷിണാഫ്രിക്കയിലെ ഗ്രൂട്ട് ഷൂർ ഹോസ്പിറ്റലിൽ വെച്ചാണ് ശസ്ത്രക്രിയ നടത്തിയത്. 1967 ഡിസംബർ 3 ദക്ഷിണാഫ്രിക്കയിലെ ഗ്രൂട്ട് ഷൂർ ഹോസ്പിറ്റലിൽ ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ് ആണ് ലോകത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ലോകത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് 1967 ഡിസംബർ 3 ദക്ഷിണാഫ്രിക്കയിലെ ഗ്രൂട്ട് ഷൂർ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ് ആണ് നടത്തിയത്.
ഇന്ത്യയിൽ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 1994 ഓഗസ്റ്റ് 3 ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വെച്ച് ഡോക്ടർ പി വേണുഗോപാലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഇന്ത്യയിൽ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ഡോക്ടർ പി വേണുഗോപാൽ. നടന്ന സ്ഥലം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. തീയതി 1994 ഓഗസ്റ്റ് 3. കേരളത്തിൽ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരമാണ്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരമാണ് കേരളത്തിൽ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയ നടത്തിയ സ്ഥലം കൊച്ചിൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ചാണ്. കേരളത്തിൽ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ സ്ഥലമാണ് കൊച്ചിൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. നടന്ന തീയതി 2003 മെയ് 13. 2013 മെയ് 13 കൊച്ചിൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. അതിനൊപ്പം തന്നെ വേറൊരു പോയിന്റ് കൂടി പഠിച്ചു വെക്കാം. കേരളത്തിൽ ആദ്യമായി ഹൃദയവും ശ്വാസവും ഒരുമിച്ച് മാറ്റിവെച്ചത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം തന്നെയാണ്. ലിസി ഹോസ്പിറ്റലിൽ വെച്ച് 2017 ജനുവരി 16 കേരളത്തിൽ ആദ്യമായി ഹൃദയവും ശ്വാസകോശവും ഒരുമിച്ച് മാറ്റിവെച്ചത്. കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരമാണ്. കൊച്ചിൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ച് 2003 മെയ് 13 നടത്തിയത്. അതിനൊപ്പം തന്നെ ഈ പോയിന്റ്സും കൂടി നോട്ട് ചെയ്യാം. കേരളത്തിൽ ആദ്യമായി ഹൃദയവും ശ്വാസകോശവും ഒരുമിച്ച് മാറ്റിവെച്ചത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം തന്നെയാണ്. ലിസി ഹോസ്പിറ്റലിൽ വെച്ച് 2017 ജനുവരി 16. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ലോകം, ഇന്ത്യ, കേരളം ഇവ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ലോകത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് ആണ്. നടന്ന സ്ഥലം ഗ്രൂട്ട് ഷൂർ ഹോസ്പിറ്റൽ, ദക്ഷിണാഫ്രിക്കയിലെ ഗ്രൂട്ട് ഷൂർ ഹോസ്പിറ്റലിൽ വെച്ചാണ്. നടന്ന തീയതി 1967 ഡിസംബർ 3. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ പി വേണുഗോപാലാണ്. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വെച്ചാണ് ശസ്ത്രക്രിയ നടത്തിയത്. തീയതി 1994 ഓഗസ്റ്റ് 3. അടുത്തത് കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരമാണ്. കൊച്ചിൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ചാണ് ശസ്ത്രക്രിയ നടത്തിയത്. തീയതി ഇമ്പോർട്ടന്റ് ആണ്, 2003 മെയ് 13. ഇതിനൊപ്പം തന്നെ നമ്മൾ പഠിച്ച മറ്റൊരു പോയിന്റ് ആണ്, കേരളത്തിൽ ആദ്യമായി ഹൃദയവും ശ്വാസകോശവും ഒരുമിച്ച് മാറ്റിവെച്ചത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം തന്നെയാണ്. ലിസി ഹോസ്പിറ്റലിൽ വെച്ച് 2017 ജനുവരി 16 ഇനി ഹൃദയവുമായി ബന്ധപ്പെട്ട് നമ്മൾ 3 ഡേറ്റ്, ഇത് കൂടാതെ 3 ഡേറ്റ് നമ്മൾ വേറെ പഠിച്ചു വെക്കണം. അവയാണ് സെപ്റ്റംബർ 29, ഡിസംബർ 3, ഓഗസ്റ്റ് 3 എന്നിവ. അപ്പൊ സെപ്റ്റംബർ 29, ഡിസംബർ 3, ഓഗസ്റ്റ് 3. പ്രത്യേകത എന്താണ്? സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. ഡിസംബർ 3 ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനം. ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനമാണ് ഡിസംബർ 3. ഓഗസ്റ്റ് 3 ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനമാണ്. ഓഗസ്റ്റ് 3 ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനമാണ്. അപ്പൊ 3 ദിനങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, പറഞ്ഞു നോക്കാം. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം, ഡിസംബർ 3 ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനം, ഓഗസ്റ്റ് 3 ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനമാണ്.
അപ്പോൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവുമായി ബന്ധപ്പെട്ട് ഹൃദയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ 2 ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചത്. നോട്ട് ചെയ്ത് പഠിക്കുക.